ഗുരുവായൂരിൽ സാധാരണ രീതിയിലെ ഒരു വിവാഹം തന്നെയായിരുന്നു അനുമോൾ രാവിലെ നടത്തിയത്. അതിരാവിലെ തന്നെ ആയതുകൊണ്ടാണ് അനുമോളുടെ വിവാഹം പലരും അറിയാതെ പോയത്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ അനുമോൾ വിവാഹം കഴിക്കാൻ എത്തിയ സമയത്ത് പോലും അധികം തിരക്കില്ലായിരുന്നു. അതും ഒരു സത്യം തന്നെയാണ്. ഇന്ന് അനുമോളുടെ വിവാഹ ദിവസം പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഒന്നടങ്കം ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുകയാണ്. അതുപോലെ അനുമോളുടെ വസ്ത്രമാണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നത്. സ്വർണ്ണ നിറത്തിലുള്ള നല്ല ഒരു ധാവണി സെറ്റായിരുന്നു അനുമോൾ തൻ്റെ വിവാഹ ദിവസം തിരഞ്ഞെടുത്തത്. ആ ധാവണിക്കൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ മുന്താണി മുഴുവൻ തന്നെ രത്നങ്ങൾ പതിപ്പിച്ചിരിക്കുകയാണ്. മുഴുവൻ സ്വർണത്തിൽ കുളിച്ച രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. കഴുത്തിലൊരൊറ്റ മാല മാത്രമാണ് ധരിച്ചിട്ടുള്ളതെങ്കിലും ആ ധാവണിയുടെയും കല്ലുകളുടെയും തിളക്കം കാരണം അനുമോൾ സ്വർണത്തിൽ കുളിച്ചു നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നാം. അത് അനുമോളുടെ ആ ഭംഗിയെ തന്നെ കൂട്ടുകയായിരുന്നു. അനുമോളുടെ ഭംഗിക്ക് ഏറ്റവും ഇണങ്ങിയ രീതിയിൽ തന്നെയായിരുന്നു അനുമോൾ വിവാഹപ്പെണ്ണായി ഒരുങ്ങിയപ്പോൾ ഒരുക്കിയത്. പ്രേക്ഷകരെല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ അത് കാണുകയും ചെയ്തു. അതുപോലെ തന്നെ ആ ധാവണിയുടെ ബ്ലൗസിനെ പറ്റിയും പ്രേക്ഷകർ പറയുന്നു. തിളങ്ങുന്ന കല്ലുകൾ പതിപ്പിച്ചിരിക്കുകയാണ്. ആ പതിപ്പിച്ചതിൻ്റെ തിളക്കം ഒട്ടും മാഞ്ഞു പോകാതെ തന്നെ അത് തയ്പ്പിച്ചെടുക്കുകയും ചെയ്തു. സാധാരണ ഇത്തരത്തിൽ ഒരുപാട് കല്ലുകൾ പതിപ്പിക്കുമ്പോൾ ഓവറായി തോന്നുകയും അത് എടുത്തു കാണിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഈ ധാവണിയിൽ ബ്ലൗസ് അതിനൊത്തുചേർന്ന രീതിയിൽ തന്നെയാണ് അനുമോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ദിവസം അനുമോൾ വർഷങ്ങളായി ഒരുപാട് ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന അനുമോളുടെ അരികിലേക്ക് തന്നെയാണ് തൻ്റെ വിവാഹം എത്തിയിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വളരെ സമാധാനത്തോടെയുള്ളൊരു വിവാഹം എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. അതുതന്നെയാണ് അനുമോളുടെ വിവാഹത്തിനും നടന്നത്. പ്രേക്ഷകരും അതുതന്നെയാണ് ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ കാണുകയും പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നൊരു വാർത്ത തന്നെയാണിത്. പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം മനസ്സിലാക്കുകയും സോഷ്യൽ മീഡിയയിൽ അനുമോൾ അതെല്ലാം തന്നെ അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയുമായിരുന്നു. അനുമോളെ സമ്മതിച്ചു. യാതൊരു മീഡിയ അറ്റൻഷനും കിട്ടാതെ വിവാഹ ദിവസം വരെ അനുമോൾ ഇതെത്തിച്ചു. ഒരു ചെറിയ ക്ലൂ പോലും കൊടുത്തില്ല. ഷിയാസ് കരീം അടക്കമുള്ള താരങ്ങളെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് വാർത്ത നേരത്തെ പങ്കുവച്ചിരുന്നുവെങ്കിലും അനുമോൾ ഏത് ദിവസമായിരിക്കുമെന്ന് പോലും ആരോടും പറഞ്ഞിരുന്നില്ല. ഇത്ര അടുത്തായിരിക്കുമെന്ന് ആരും കരുതിയില്ല. ഒരുപക്ഷെ ഈ വായിച്ചത് ഉണ്ടാകുമെന്ന് കരുതിയിരുന്നുവെങ്കിലും ഇന്നത്തെ ദിവസം ആരും അത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് തന്നെയാണ് സത്യം. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നത് തന്നെയാണ് സത്യം. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി കേൾക്കുകയും ആരാധകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നു. ഓരോ തവണയും പ്രേക്ഷകർ ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുന്നതിനോടൊപ്പം തന്നെ ആരാധകരുടെ പ്രീതി മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് എളുപ്പത്തിൽ എടുത്തു പറയാനും സാധിക്കുന്നു എന്ന് തന്നെ കൂട്ടിച്ചേർക്കാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.